അതെ, നിങ്ങളെ കൂട്ടത്തില് ഇങ്ങനെ ഒരു ഫ്രണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. എടി, ജോലി കിട്ടിയതല്ലേ, നമുക്കൊന്ന് പുറത്തു പോയാലോ? നമുക്ക് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ചാലോടി. ആ, പിന്നെ ആകെ ഒരു ദിവസം ഓഫ് കിട്ടുന്നത് അന്ന് ഇനിയിപ്പോ ബീച്ചിലോട്ട് പോകാനിട്ടാ. ഞാനില്ല, നാളെ എനിക്ക് പുതച്ച് മൂടി കിടന്നുറങ്ങണം. രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കിടന്നുറങ്ങും. ഓ, എന്തൊരാഗ്രഹമാണെന്നറിയോ, ഒരാഴ്ചയായി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്. അപ്പോഴാ അവളുടെ ബീച്ചിൽ പോക്ക്. എടി, ജോലിയൊക്കെ ഉണ്ടെന്നുള്ളത് സത്യം തന്നെ, പക്ഷെ കയ്യിൽ 5 പൈസ ഇല്ല മോളെ. വേണം എന്റെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്ക്. 5 പൈസ ഇല്ല എന്റെ കയ്യില്. ഇപ്പതാ ഓഫീസിലെ ഗായത്രീന്റെ കല്യാണം, എല്ലാവർക്കും ഡ്രസ് കോഡ്. അല്ല, ഞാൻ പറഞ്ഞ എന്തിനാ ഡ്രസ് കോഡ്? ഇപ്പൊ ഞാൻ ഇങ്ങനെ ധാവണി ഇതുപോലത്തെ ഞാൻ ഇപ്പൊ അടുത്ത് മീഷോന്ന് വാങ്ങിച്ചത് ധാവണി ഉണ്ട് വീട്ടില്. അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് പോയാൽ പോരെ? പറ്റില്ല, എല്ലാവർക്കും ഡ്രസ് കോഡ് വേണം. അതും 2000 രൂപേന്റെ തുണീന്റെ തന്നെ വേണം പോലെ. ഞാനൊന്നുമില്ല. ഇവരൊക്കെ എന്തേ പറയുന്നത്? വീട്ടില് മുട്ട മൂടാൻ ഡ്രസ്സ് ഉണ്ട്. എന്തിനാ ഇതൊക്കെ വെറുതെ വാങ്ങിച്ച് പൈസ കളയുന്ന? പൈസ ഇപ്പൊ സാധനങ്ങൾക്ക് എന്ത് വിലയാന്നാ. പിന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത്, ഒരാൾ 2000 രൂപ എടുക്കണം ഗിഫ്റ്റ് മേടിക്കാൻ. അതിൻ്റെ ഒക്കെ എന്താ ആവശ്യം? അവൾ എൻ്റെ കുഞ്ഞമ്മേൻ്റെ മോളെ കല്യാണത്തിന് വിളിച്ചിട്ട്, അത് കുഞ്ഞമ്മേൻ്റെ മോളെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ വന്നിട്ട് അവൾ എന്താ കൊണ്ടു തന്നെന്നറിയോ? 500 രൂപ താഴെയുള്ള ഒരു ചുരിദാറിൻ്റെ തുണി അവൾക്ക് കൊണ്ട് കൊടുത്തത്. അവൾക്ക് തന്നെ 2000 രൂപ കൊടുക്കുന്നത്. ഞാൻ ആ കല്യാണത്തിന് പോകുന്നില്ല, ഞാൻ തീരുമാനിച്ചു. ഇങ്ങനെ ജാടയാണെങ്കിൽ ഞാൻ പോകുന്നില്ല. ഞാൻ എല്ലാവരും ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വൈകുന്നേരം എങ്ങാനും പോയിട്ട് ഫുഡും കഴിച്ചു വരും. ഞാനിപ്പോൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേക ദിവസം വരണ്ടോടി.